അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ നമ്മളെ താനൂരിലെ പെൺകുട്ടികളെ ആലോചിച്ചപ്പോൾ അത് ചെയ്യണം തോന്നി. അതുകൊണ്ട് ചെയ്യാണ്. കാരണം ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു 10 12 അല്ലെങ്കിൽ ഒരു 8 9 വയസ്സാകുമ്പോൾ തന്നെ മാതാപിതാക്കളോട് അടുത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയാൻ തുടങ്ങും, മക്കളെ അച്ചടക്കത്തിൽ വളർത്തണം, അങ്ങനെ വളർത്തണം, ഇങ്ങനെ വളർത്തണം, മത്തട്ട് വളർത്തണം, ഇതൊക്കെ പറയാൻ തുടങ്ങും. ഓലത് കണക്കാക്കിയിട്ട് എത്രയും ഒതുങ്ങിയ രൂപത്തിൽ മക്കളെ വളർത്താനും നോക്കും. മക്കളങ്ങനെ വളർന്ന് വരുമ്പോൾ മക്കളതായിട്ടൊരു ഇഷ്ടം മക്കൾക്കുണ്ടാവും. ഓൽക്ക് ഫാൻറ് ഇടണം, മുടി സ്ട്രെയിറ്റ് ചെയ്യണം, പിരിയം ത്രെഡ് ചെയ്യണം, ബ്യൂട്ടി പാർലറിൽ പോകണം. ഇതൊക്കെ ഓൽക്ക് സ്വയം മാതാപിതാക്കൾ ഉണ്ടാക്കിയിട്ട് വരുന്നൊരിതല്ല, സ്വയം പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമ്മളെ അയലോക്കത്തു കൂടെ ഒക്കെ ഉണ്ട് ഈ 10ാം ക്ലാസ് പഠിക്കണം. നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട്, അയലോക്കത്തിനൊന്നും പറയണ്ട, നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഒരു ഡ്രസ്സിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങും. +1 എത്തുമ്പോൾ അത് കുറച്ചും കൂടി പുരോഗമിച്ചു, +2 ആകുമ്പോൾ പിന്നെയും പുരോഗമിക്കും. അപ്പോൾ നമ്മൾ കുടുംബത്തിലെ മാതാപിതാക്കൾ, ഇപ്പോൾ കുട്ടികളെ എങ്ങോട്ടേലും പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഞാൻ എത്രയോ വീഡിയോകൾ കൂടെ ഞാൻ ചെയ്തേക്കണു. മാതാപിതാക്കൾക്ക് കുട്ടികളെ വീട്ടിൽ വെച്ച് അടിക്കാൻ പറ്റില്ല. അടിക്കുക എന്ന് വെച്ചാൽ അന്നങ്ങനെ അടിക്കുക എന്നല്ല, ശാസിച്ചുകൊണ്ടെങ്കിലും ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പോയി പരാതിപ്പെട്ട മാതാപിതാക്കൾക്ക് ടെൻഷനി കാരണം. സ്കൂളിൽ ടീച്ചർമാർക്ക് കുട്ടികളെ അടിക്കാൻ പാടില്ല, മദ്രസിൽ കുട്ടികളെ അടിക്കാൻ പാടില്ല. അപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നത് എന്താണ്, ഇപ്പോൾ എന്തോ അള്ളാൻ്റെ ഗുരുത്വം കൊണ്ട് ഒന്നും സംഭവിക്കാതെ 2 ആളെയും നമുക്ക് തിരിച്ചു കിട്ടി. ഇപ്പോൾ തിരിച്ചൊരു നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, കുടുംബത്തിലേക്ക് പോകൂല എന്നാണ് പറയണത്. കുടുംബത്തിലത്തെ പ്രശ്നം ചോദിക്കുമ്പോൾ കുടുംബത്തിലത്തെ പ്രശ്നം പറയാനുള്ളത് എന്താണ്? മക്കൾക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വിട്ടില്ല, പിരിയം ത്രെഡ് ചെയ്യാൻ വിട്ടില്ല, കറങ്ങാൻ വിട്ടില്ല, ഫാൻറ് ഇടാൻ വിട്ടില്ല. അപ്പോൾ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ഫാൻറ്റും ടീഷർട്ടും ഒക്കെ ഇട്ട് തോളിലൊരു ഷാളും ഇട്ട് കുട്ടികൾക്ക് നടക്കണം. അതിന് വാപ്പിയും ഉമ്മയും സമ്മതിച്ചില്ല. അപ്പോൾ കുട്ടികൾ അതിന് പറ്റുന്ന വഴി കണ്ടെടുത്തതാണ്. നമ്മളെല്ലാ കാര്യത്തിനും മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇത് 2025 അവരവർക്കായി ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമൊക്കെ ഈ പറയണ മാതിരി കുറേ കാലം മുമ്പൊക്കെ ഇസ്ലാമിൻ്റെ 13 വയസ്സിൽ 15 വയസ്സിലൊക്കെ കെട്ടിച്ചു കൊടുക്കണേന് എല്ലാവരും കുറ്റം പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഒരു പോക്കുണ്ടാകുന്നില്ല, ഒരു ഇതും ഉണ്ടാകുന്നില്ല. അതിപ്പോൾ 18 ആക്കി. 18 ശേഷം ഞാൻ പറയണമെങ്കിൽ എന്നെ ആരും ഒന്നും പറയാൻ ചിന്തിക്കണ്ട. ഞാൻ പറയണത് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൂടിയെന്നാണ് പറയണത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പെൺകുട്ടികൾ ഇങ്ങനെയല്ല വകയിൽ കൂടെ തിരിയണമെങ്കിൽ ആൺകുട്ടികൾ ലഹരിയിലേക്ക് തിരിയണം. അപ്പോൾ എല്ലാം അതാതിൻ്റെ സമയമാകുമ്പോൾ അതാതുമാതിരി ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരിക. അതിന് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമല്ല. കാരണം മാതാപിതാക്കൾക്കൊന്നും ഇന്ന് മക്കളെ ശാസിക്കാനോ അടിക്കാനോ എന്തിനു ഇപ്പോൾ ഒരു ഉപദേശം മാത്രമാണ് ആ വാപ്പ കൊടുത്തിരിക്കണ മക്കൾക്ക്, വേണ്ട അത് വേണ്ട. കാരണം മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാൻറ്റും ഷർട്ടും ടീഷർട്ടൊക്കെ ഇടാൻ പോയ സമയത്ത് വാങ്ങണം എന്ന് പറഞ്ഞ സമയത്ത് ആ വാപ്പ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലോണുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, വീട് ജപ്തിയായി നിൽക്കണു, അതാദ്യം നോക്കട്ടെ. പക്ഷെ അതൊന്നും മക്കൾക്ക് പ്രശ്നമല്ല. മക്കളങ്ങോട്ട് പോവുകയും ചെയ്തത്. 2 പെൺകുട്ടികൾ, 16 വയസ്സുള്ള 2 പെൺകുട്ടികൾ ബോംബെ വരെ പോകണമെങ്കിൽ എത്ര ധൈര്യമൊക്കെ ഉണ്ടാകണം എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഏത് സ്ഥലത്താണ്? ഇവിടുന്ന് വല്ല കൊച്ചിയോ എറണാകുളമൊക്കെ പോയിട്ട് അവിടുന്ന് തിരിച്ച് കേരളത്തിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ യാത്രയുടെ പൂതിയൊക്കെ തീർന്നോളൂ. അതിന് ഒരാൾ കൂട്ടിനുണ്ട്, റഹീം അസ്ലം. എന്താ അവൻ്റെ പേര് ഞാൻ അവിടെ എഴുതി വെച്ചേക്കണം, എന്താണെങ്കിലും റഹീം അസ്ലം. 2 പെൺകുട്ടികളെ അതിൻ്റെ മുമ്പത്തെ ദിവസം വിളിച്ചേക്കണത് ഓനാണ്. ഓൻ പറയുന്നത് പെൺകുട്ടികളാണ് വിളിച്ചതെന്ന്. പക്ഷെ പെൺകുട്ടികളെ സെറ്റിലേക്ക് വന്നിക്കണത് ഓൻ്റെ നമ്പറാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം
ഇതും വന്ന് നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം. പക്ഷെ ഒരാൾ പോകേണ്ടടുത്ത് 2 ആൾ പോയി, അതാണ് വ്യത്യാസം. 2 ആൾ പോയത് നന്നായി. ഒരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറെ വല്ലതും സംഭവിച്ചേനെ. പക്ഷെ 2 ആളായതുകൊണ്ട് പെട്ടെന്ന് അവർ ഉദ്ദേശിച്ച വഴി കൂടെ കിട്ടാൻ സാധ്യതയില്ല. ഇനി 2 ആളെയും പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. പിന്നെ ഒരാളല്ലോ കൂടെ ഉള്ളതും. അപ്പോൾ ഇതൊക്കെ വളർത്തുദോഷമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. വളരുന്ന ദോഷം, വളർത്തുദോഷം എന്ന് പറയാൻ പറ്റില്ല. കാരണം മാതാപിതാക്കൾക്കോ സ്കൂളിനോ ഒന്നിനും പറഞ്ഞ ഒരു ബന്ധമില്ലാത്ത മാതിരിയുള്ള പോക്കാണ് ഈ കുട്ടികൾ. പരീക്ഷയ്ക്ക് ഇറങ്ങിയ കുട്ടികളെ കയ്യിൽ കിടക്കണ മോതിരം വിറ്റിട്ട് കോഴിക്കോട് പോയി റഹീം അസലിനെയും കൂട്ടിയിട്ട് ഓനോട് കയറാൻ പറഞ്ഞിട്ട് ബോംബെക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ, എന്നിട്ട് കുട്ടികൾ കുറേ കുറ്റം പറഞ്ഞ കുടുംബത്തിനെ പറ്റി. കുടുംബത്തിൽ സ്വസ്ഥതയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഏത് കുടുംബത്തിൽ ഏത് കുട്ടികൾക്കാണ് സ്വസ്ഥതയുള്ളത്? വേണ്ടാത്ത കാട്ടിയ മാതാപിതാക്കൾ പറയും, ബന്ധുക്കളും പറയും. അങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ എല്ലാ തലമുറകളും വളർന്നു വന്നിരിക്കണോ. അങ്ങനെ തന്നെ ഇപ്പോഴുള്ള തലമുറക്ക് മാത്രമേ ഇത് കേൾക്കുമ്പോൾ ഇത്ര അകൃഷ്ണത എന്താ. നമ്മളൊക്കെ എത്രയോ അടി കൊണ്ടിട്ടാണ് വളർന്നിക്കണത്. നമ്മളെ ഈ കുട്ടിയുടെ അമ്മയും വാപ്പിയും ഒക്കെ അങ്ങനെ തന്നെ കാര്യം. മാതാപിതാക്കളെ കയ്യിൽ നിന്നും അമ്മമാരെ കയ്യിൽ നിന്നും സഹോദരങ്ങൾ മൂത്തുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്നും ഒക്കെ വഴക്ക് കേട്ടും ചീത്ത കേട്ടും അടി കൊണ്ടും ഒക്കെ തന്നെയാണ് വളർന്നിക്കണത്. ഇപ്പം അതിൻ്റെ കുറവുണ്ട്, അതാണ് ഈ കാട്ടണതൊക്കെ. ആ അടിയുടെ കുറവ് നല്ലോണം കാണുന്നുണ്ട്. കാരണം അടിക്കാൻ പാടില്ലല്ലോ ഇപ്പോൾ. വല്ലാത്ത കലികാലം. ആ പോയ മക്കൾ എന്ത് ധൈര്യത്തോടെയാണ് ബോംബെയിലേക്ക് പോയിക്കണത്. ഭാഷ അറിയില്ല, നാടറിയില്ല, ഏത് മുക്കിൽ പോയി എവിടെ കയറുന്നറിയില്ല. അവിടെ ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനത്തെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അവർക്കറിയില്ല. ഒരു ധൈര്യം നോക്കണേ. ഒരു മോതിരം വിറ്റ് കഴിഞ്ഞാൽ എത്ര ദിവസം ചുറ്റിക്കറങ്ങാനുണ്ടാവും ഇവർക്ക്? ഒരു മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യണമെങ്കിൽ 9,000 10,000 ഉറുപ്പ്യ കൊടുക്കണം എന്നാണ് ചെയ്യണവർ പറയണേ നമ്മളടുത്ത്. ഒരു മോതിരം വിറ്റാൽ എത്ര പ്രാവശ്യം സ്ട്രൈറ്റ് ചെയ്യുക? പിന്നെ അതിനൊരു ട്രീറ്റ്മെൻറ്റും ഉണ്ട് തരേ. ഒരു പ്രാവശ്യം ഈ സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 1 കൊല്ലം 7 മാസമോ ഒക്കെ അതിന് മാസം ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഈ മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവർ ബോംബെക്ക് പോകുമോ? മക്കളൊരാശ. കാരണം ഈ മൊബൈൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പിന്നെ ഓടിപ്പോയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ച് വരുന്നു നമുക്ക് നോക്കാം. വേറെ അപകടങ്ങളൊന്നും വരാനില്ല എന്ന് വിചാരിക്കുക. അതും അപകടമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പെൺകുട്ടികളുടെ അത്രയും അപകടമില്ല. പക്ഷെ മൊബൈൽ, ഏത് കുട്ടികളെ കയ്യിൽ മൊബൈൽ. 1 വയസ്സുള്ള കുട്ടി ചോറ് തിന്നണമെങ്കിൽ അല്ലെങ്കിൽ ആഹാരം കഴിക്കണമെങ്കിൽ നമ്മൾ മൊബൈൽ ഉണക്കി കൈ കൊടുക്കണം. എന്നാൽ കുട്ടി തിന്നോളൂ, അല്ലെങ്കിൽ കുട്ടി തിന്നൂല. പിന്നെ ഇപ്പോൾ സ്കൂളിൽ കൂടെ ഒന്നും മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയും. അതിന് സ്കൂളിലാരും മാഷന്മാരെയും ടീച്ചർമാരെയും ഒന്നും കാട്ടിയിട്ടല്ല ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത്. സ്കൂളിലെത്തുമ്പോൾ സ്വിച്ച് ഓഫ് ആവും, സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സ്വിച്ച് ഓൺ ആവും. ഇപ്പം എല്ലാ കാര്യത്തിനൊന്നും മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിനെ പറഞ്ഞാൽ മതി. ഏതായാലും അപകടം ഒന്നും കൂടാതെ വല്ല തിരിച്ചു കിട്ടിയാലോ അത് തന്നെ അള്ളാഹുവിനടുത്ത് 1000 നന്ദി പറയണം. കാരണം എന്താ വെച്ചെങ്കിൽ ഇത് ഇങ്ങനെയല്ല, വേറെ വല്ലതൊക്കെയാണ് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് ആ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ ഒരവസ്ഥ എന്താ. എന്നിട്ട് തന്നെ ആയിട്ട് ഞങ്ങൾക്ക് എവിടെ സ്വൈരം? നല്ലൊരു റംലാനായിട്ട് ഒരു നോലുമ്പെടുത്തായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ ചെയ്യണ തൊഴിൽ ചെയ്യാനോ സമാധാനം ഉണ്ടോ? പോലീസ് സ്റ്റേഷനിലേക്കും അവിടെ വിളിച്ചിട്ട് ഇവിടെ വിളിച്ചിട്ട് അലഞ്ഞും കൊണ്ടിരിക്കുകയല്ലേ ആയിട്ടങ്ങൾ. അമ്മമാരെയൊക്കെ അവസ്ഥ എന്തായിരിക്കും വീട്ടിലത്തെ? കിട്ടി ഇഞ്ഞതിന് കണ്ണിലൊന്ന് കണ്ടു കിട്ടിയാലല്ലേ ആയിട്ട് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. വല്ലാത്തൊരു മക്കൾ, വല്ലാത്തൊരു കാലഘട്ടം. ഇനി എന്താ സ്കൂൾക്ക് വിടാതിരിക്കാൻ പറ്റുമോ? പേടിച്ചിട്ട് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പേടിയാണ്, വഴക്ക് പറയുന്നത്. ഞാൻ വീട്ടിലുള്ള വാപ്പാക്കും ഉമ്മാക്കും ഇവരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവർ പറയുന്ന എല്ലാം അംഗീകരിച്ച് കൊടുക്കേണ്ടി വരില്ലേ? കാരണം അല്ലെങ്കിൽ ഇവരിത് വീണ്ടും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഭയം ഉണ്ടാവില്ലേ? എന്താണ് മനുഷ്യന്മാർ, എന്താണ് മക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ? സ്വാതന്ത്ര്യം കൂടിയത് കൊണ്ടുള്ള ദണ്ണിപ്പാണ് മക്കൾക്കെന്ന്, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. കാരണം ഒന്നും ഇല്ലാത്തവന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ആ മനുഷ്യന്മാർ കഴിയുക. നാണം മറക്കാൻ ഡ്രസ്സില്ലാത്തവർക്ക് അതിനു വേണ്ടിയാണ് കഴിയുക.
പക്ഷേ ഇവർക്ക് അതെല്ലാം ഉണ്ടായിട്ടും ഇവർക്ക് മോഡലാവണം. അത് ഇല്ലെങ്കിൽ അവർ ബോംബെക്ക് വണ്ടി കയറുക. അല്ല, ബോംബെ വണ്ടി കയറലൊക്കെ നല്ല ശരിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം, ആ മാതാപിതാക്കൾ ചെയ്ത പുണ്യം. അതല്ല എന്നുണ്ടെങ്കിൽ വല്ല യാത്രയും വല്ല ഇതൊക്കെ നല്ല കണക്കായിരുന്നു. കാരണം വേറെ എവിടേക്കല്ലേ, ബോംബെക്കല്ലേ വയ്ക്കണത്. ശരി, അസ്സലാമു അലൈക്കും. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വീഡിയോ ചെയ്യൂലെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്താ ഇപ്പറ്റങ്ങളെ ഈ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ കൂടുതലും ആ പെൺകുട്ടി പറയണ വാക്ക് കേട്ടിട്ടാണ്. കാരണം വീട്ടിലേക്കില്ല, വീട്ടിൽ ചെന്നാൽ വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വഴക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും.